Go to this അപ്പൊ നമ്മൾ ഡേ 6 ഇന്ന് നിൽക്കുന്നത്. ഇന്ന് നമ്മള് നോട്ട്ബുക്ക് എല്ലാം എന്ന് പറയുന്ന ഗൂഗിളിന്റെ ഒരു ഫുള്ളായിട്ട് ഫ്രീ അല്ല, എന്നാലും നമുക്ക് ഒരുപാട് ടീച്ചേഴ്സിന് ഒരുപാട് ആവശ്യമുള്ള, നമ്മുടെ നാളെ ഒരു കാലത്ത് നമ്മുടെ ഒരു പ്രധാന ടൂളായി മാറുന്ന ഒരു സാധനമാണ് ഈ നോട്ട്ബുക്ക് എല്ലാം. അപ്പോൾ അത് ഓപ്പൺ ആക്കാനായിട്ട് ഗൂഗിൾ എടുത്തിട്ട് നോട്ട്ബുക്ക് എല്ലാം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നോടൊപ്പം ചെയ്യുന്നവർ ചെയ്യാമേ. നോട്ട്ബുക്ക് എല്ലാം ഒന്ന് അടിച്ചു കൊടുക്കുക. നമ്മളെ ജിമെയിലിൽ തന്നെ കയറാൻ പറ്റും. ആദ്യം കിട്ടുന്ന സൈറ്റ് നോട്ട്ബുക്ക് എല്ലാം എന്ന് പറയുന്ന ആ സൈറ്റിലേക്ക് കയറാം. അപ്പൊ ഇങ്ങനെ ട്രൈ നോട്ട്ബുക്ക് എല്ലാം എന്ന് പറഞ്ഞ് കാണിക്കുക, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ഈ ടൂള് നമുക്ക് എന്തൊക്കെ പ്രയോജനം ചെയ്യാനാണ്? മൾട്ടി ടാസ്കിങ് ആണ്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് വരും. ഇതിപ്പോ ഞാൻ ചെയ്ത ഫയലുകളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണും. നമ്മൾ ക്രിയേറ്റ് ന്യൂ ആണ് എടുക്കുക. ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നിടത്ത് ഫീച്ചർ നോട്ട്ബുക്ക്, റീസെന്റ് നോട്ട്ബുക്ക് എന്നൊക്കെ പറഞ്ഞ് ഓരോന്നായിട്ട് കാണിക്കും. ഇത് മുമ്പ് ചെയ്തതാണ്. അതിനകത്ത് ക്രിയേറ്റ് ന്യൂ നമ്മൾ ഇതിൽ ചെയ്ത പോലെ, ഫ്ലോയിലൊക്കെ ചെയ്ത പോലെ, അതിൽ ക്രിയേറ്റ് ന്യൂ പ്രോജക്റ്റ് ആണെങ്കിൽ ഇതിനകത്ത് ക്രിയേറ്റ് ന്യൂ ന്യൂ കൊടുക്കുക. നമുക്കൊരു പാഠപുസ്തകം നമുക്കിവിടെ കൊടുക്കാം, പ്രോംപ്റ്റ് കൊടുക്കാം, യൂട്യൂബ് ലിങ്ക് കൊടുക്കാം, ഫയൽ അപ്ലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ഫയൽ പറഞ്ഞു കൊടുക്കാം. എന്തിനെയാണോ നമ്മൾ കൊടുക്കുന്നത് അതിനെയായിരിക്കും അതിനെ അപഗ്രഥിച്ച് ഓഡിയോ ആയിട്ടോ വീഡിയോ ആയിട്ടോ റിപ്പോർട്ടായിട്ടോ ക്വിസ് ആയിട്ടോ ഡാറ്റ ടേബിൾ ആയിട്ടോ, പിന്നെ നമ്മുടെ സ്ലൈഡൊക്കെ എന്ന് പറയുന്നത് പവർ പോയിന്റ് പ്രസന്റേഷൻ, നമ്മുടെ പ്രോജക്ടറിലൊക്കെ ഇട്ട് നമ്മൾ കാണിക്കുന്ന പ്രസന്റേഷൻ ആയിട്ടില്ല അതൊക്കെ, പിന്നെ മൈൻഡ് മാപ്പ് ചെറിയ ഇമേജുകളൊക്കെ ആയിട്ടും, ഫ്ലാഷ് കാർഡ്സ്, നമ്മളെ റീഡിംഗ് കാർഡ് ഫ്ലാഷ് കാർഡായിട്ടും, ഇൻഫോഗ്രാഫിക്സ് ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഇതാണ്. അപ്പൊ സോഴ്സ് എന്ന് പറയുന്നതാണ് ഇവിടെ ചോദിക്കുന്നത്. എന്താണ് സോഴ്സ് നമുക്ക് വേണ്ടത്? നമുക്ക് നിലവില് ഞാനിവിടെ ഉം, ഒരു ലെസണിനെ സമ്മറൈസ് ചെയ്യാനുള്ള ഒരു ഇതാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനൊന്ന് പേസ്റ്റ് ചെയ്ത് അതിനകത്ത് കൊടുക്കുക. ഇത് ഏതിനും വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോംപ്റ്റ് ആണ്. ഈ പ്രോംപ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുകയാണേ. അപ്പോ ലെസണിനെ പറയണമെങ്കിൽ നമുക്ക് ലെസണും വേണമല്ലോ. അപ്പൊ അപ്ലോഡ് ഫയൽസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു യൂണിറ്റ് നമുക്ക് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പം യൂണിറ്റ് ഉള്ളത് ഇതിപ്പോ TM ആണ് ഇരിക്കുന്നത്. ഞാനൊരു റാൻഡം ആയിട്ടൊരു ഇംഗ്ലീഷ് ഓപ്പൺ ആക്കിയിട്ട് യൂണിറ്റ് 1 കൊടുക്കുകയാണ്. ഞാൻ അപ്ലോഡ് ചെയ്ത യൂണിറ്റിനെ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാം. നമ്മുടെ ഇതിപ്പോ 1ാം ക്ലാസ്സിന്റെ ആണ് എടുത്തത്. നമ്മുടെ ക്ലാസ് റൂമിനകത്ത് ഇപ്പൊ സേവ് ചെയ്താണ് വെച്ചേക്കുന്നത്. ക്ലാസ് റൂമിനകത്ത് ഞാൻ ഷെയർ ചെയ്ത് എഡിറ്റ് കൊടുത്ത് അപ്ലോഡ് കൊടുത്ത് ബ്രൗസ് കൊടുത്ത് യൂണിറ്റ് 1 ബ്രൗസ് 1ാം ക്ലാസ്സിന്റെ ഹോങ്കോങ് എന്ന് പറയുന്ന പടഭാഗം. അതിനൊന്ന് എന്ത് ചെയ്യാനായിട്ട് പറയാം. സേവ്. ഓക്കെ, അപ്പൊ ഇവിടെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സൈഡ്, ഇതിൽ ആദ്യം കാണുന്ന ഈ സൈഡ് എന്താണെന്ന് വെച്ചാൽ ഇതാണ് സോഴ്സ്. നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് ആയിരുന്നാലും ആ ടെക്സ്റ്റ് ബുക്കുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളായിരുന്നാലും അതൊക്കെ വെച്ച് ഇവിടെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലോഡിങ് നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ള ഒരു പരിപാടിയാണ്. ഒന്നിൽ കൂടുതൽ PDF ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റ് സോഴ്സുകൾ നമുക്ക് എത്ര വേണമെങ്കിലും ആ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഇവിടെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തു. ഇനി അതിന്റെ കൂടെ അതിന്റെ ഹാൻഡ് ബുക്കും കൂടെ ഒന്ന് കൊടുക്കാം. ഹാൻഡ് ബുക്ക് വലിയ സൈസ് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ചെറിയ സൈസ്. ഇത് 6 MB ആണ്. 6261 MB ആണ് ഈ ഹാൻഡ് ബുക്ക് കാണിക്കുന്നത്. ഒരുപാട് സമയം നോക്കി അത് കൊടുക്കാതിരിക്കുക. സമയം വിഷയമാണല്ലോ, എല്ലാം ഓടി എത്തണം. 1 മണിക്കൂറാവും. ആ, ഇപ്പം റീഡർ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ കേരള അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ അതത്രയും അതിന്റെ കിട്ടിക്കഴിഞ്ഞു. കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞു.
ഇനി ആ പ്രോംപ്റ്റ് ഏരിയയിൽ നമ്മളെ കയ്യിലിരിക്കുന്ന പ്രോംപ്റ്റിനെ ഒന്ന് പേസ്റ്റ് ചെയ്യും. അതിനെയും കൂടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് സമ്മറൈസ് ചെയ്ത് ഇനി ഞാൻ ഈ ഇത് കൂടെ ഒന്ന് കൊടുക്കുകയാണ്. ഈ പ്രോംപ്റ്റ് ഇവിടെ ആദ്യം ഇത് അപ്ലോഡ് ചെയ്തു, എന്നിട്ട് ഇവിടെയും കൊടുത്തു. തുടക്കത്തിൽ കൊടുത്തത് അക്സെപ്റ്റ് ആയിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇവിടെ കാണിക്കുക. ഓക്കെ, ഇപ്പൊ എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു പരിപാടി നടക്കണമെന്നേ ഉള്ളൂ. അപ്പൊ ഇത് രണ്ടും കഴിഞ്ഞു, നമ്മുടെ രണ്ട് സെക്ഷൻ, ആദ്യം സോഴ്സ് ഓക്കെ ആയി, പ്രോംപ്റ്റും ഓക്കെ ആയി. ഈ രണ്ട് സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ള ഈ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഈ ഭാഗത്തുള്ള ഇതിനകത്ത് ആദ്യം ഓഡിയോ ഓവർവ്യൂ കിടക്കുകയാണ്. ഓഡിയോ ഓവർവ്യൂ ഇവിടെ കറങ്ങുന്നതിന്റെ അർത്ഥം ഇത് എന്തായിട്ടില്ല, ഇത് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഡിയോ, ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഓഡിയോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഫോണിൽ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും, ഈ സൈഡ് തന്നെ ആയിരിക്കും, ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് കാണിക്കും. ഇങ്ങനെ കറങ്ങണമെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? പ്രോസസ്സിംഗ് നടക്കുകയാണ്, നമുക്ക് വേണ്ടി ഓഡിയോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. അതാണ് ഈ ഓഡിയോ ഓവർവ്യൂ. എന്ത് ഓഡിയോ? ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട, നമ്മൾ കൊടുത്ത പ്രോംപ്റ്റുമായി ബന്ധപ്പെട്ട ഓഡിയോ തയ്യാറാക്കുകയാണ്. നമ്മള് ഇനി ഈ കാണുന്ന ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇല്ലേ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് എന്തൊക്കെ പറയുന്നു? ഡീപ്പ് ഡൈവ് എന്നുള്ള ഒരു ഓപ്ഷനാണ് ആദ്യം കാണിക്കുന്നത്. ബ്രീഫായിട്ട്, വളരെ ബ്രീഫായിട്ട് തയ്യാറാക്കി തരാൻ പറയാണ്. ക്രിറ്റിക്കായിട്ട്, എക്സ്പേർട്ട് റിവ്യൂ വേണം, ആ പാഠഭാഗത്തിന്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള റിവ്യൂ വേണം. ഒരു ഡിബേറ്റ് രീതിയിൽ, ഇപ്പൊ രണ്ടുപേര്, ഇത് പോഡ്കാസ്റ്റ് എന്നാണ് പറയുന്നത്. പോഡ്കാസ്റ്റിൽ അറിയാൻ തോന്നുന്നു. പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ചർച്ച പോലത്തെ സംഭവമാണ്. രണ്ടോ അതിൽ കൂടുതലോ ആളുകൾ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സംഭവമാണ്. ആ രീതിയിലാണ് ഈ നമ്മളെ ഇത് കിട്ടുന്നത്, ഈ ഓഡിയോ ഓവർവ്യൂ കിട്ടുന്നത്. പോഡ്കാസ്റ്റ് മോഡൽ, നമുക്ക് ഏത് വിഷയത്തെ കുറിച്ചായിരുന്നാലും നമുക്ക് അറിഞ്ഞാത്തൊരു വിഷയത്തെ കുറിച്ച് ഇങ്ങനെ തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ അറിവ് വർദ്ധിക്കും. ആ രീതി ഞാനൊക്കെ ഇത് ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ പാഠപുസ്തകം നമ്മൾ അപ്ലോഡ് ചെയ്ത രണ്ട് ഉണ്ട്, ഹാൻഡ് ബുക്കും ടെക്സ്റ്റ് ബുക്കിന്റെ ഫസ്റ്റ് യൂണിറ്റും ഒന്ന് ഇത് ചെയ്തു തരണമെന്ന് പറഞ്ഞ് പറയാണ്. ഇപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരെണ്ണം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അത് കറങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഓഡിയോ ഓവർവ്യൂ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പറയാം. പിന്നെ അത് നമുക്ക് ലാംഗ്വേജ് ഇംഗ്ലീഷാണ് ഡീഫോൾട്ട് ആയിട്ട് കിടക്കുന്ന. ആ ലാംഗ്വേജിൽ മലയാളം കൊടുക്കാൻ പറ്റും. താഴോട്ട് വന്നു കഴിഞ്ഞാൽ മലയാളം കൊടുക്കാൻ പറ്റും. ഞാൻ ആദ്യമേ പറഞ്ഞു, എളുപ്പമാണ്. ഇത് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്ന അത്ര സിമ്പിൾ സാധനമാണ്. മലയാളം, എം എ ഇല്ലേ മലയാളം, താഴെയാണ് മലയാളം, മലയാളത്തിലാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. മലയാളം. ഇനി ഇത് ഈ ഓവർവ്യൂ വളരെ വളരെ സിമ്പിൾ ആയിരിക്കണം. നമുക്ക് ക്രിയേറ്റ് മീ സിമ്പിൾ, സിമ്പിൾ ഓഡിയോ. അത് കൊടുത്തില്ലെങ്കിലും വരും. ഈ ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ട ഏരിയയിലെ നിർബന്ധമൊന്നുമില്ല, കൊടുത്തില്ലെങ്കിൽ വരും. ഒരു ടീച്ചിങ് മെത്തേഡ്സ് ക്ലിക്ക്, മൗസ് ഓവർ ചെയ്യുമ്പോൾ ഓരോ സജഷൻ ഇത് മാത്രമേ കൊടുക്കണുള്ളൂ. ക്രിയേറ്റ് മീ സിമ്പിൾ ഓഡിയോ ജനറേറ്റ് കൊടുത്തു. അപ്പൊ എന്ത് സംഭവിക്കും? ദാ ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ രണ്ട് പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. ഒരെണ്ണം ഞാൻ കൊടുത്തത്, ഒരെണ്ണം ഞാൻ പറയാതെ തന്നെ അത് ചെയ്തു. ഇപ്പൊ രണ്ടെണ്ണമായി. നമ്മൾ ആദ്യം പഠിച്ചത് ഓഡിയോ ഓവർവ്യൂവിനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് ഓഡിയോ കിട്ടി. തൊട്ട് താഴെ വീഡിയോ ഉണ്ട്. വീഡിയോ ഇതുപോലെ തന്നെ, അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് തുറന്ന് കാണാം. വീഡിയോയിൽ സിനിമാറ്റിക് സ്റ്റൈൽ, ഈ പറഞ്ഞ ടോപ്പിനെ കുറിച്ച് സിനിമാറ്റിക് സ്റ്റൈൽ ഉണ്ടാക്കി തരും. എക്സ്പ്ലൈനർ, എക്സ്പ്ലൈനറിൽ ക്ലിക്ക് ചെയ്തപ്പം കുറെ പിക്ചറുകൾ വന്നു. ദേ ഇതുപോലത്തെ, ഇങ്ങനത്തെ എക്സ്പ്ലൈനർ വീഡിയോ പറയണത് പോലെ തന്നെ വളരെ ലളിതമാണ്. അതിലും ഈ പറഞ്ഞ പ്രോംപ്റ്റ് കൊടുത്ത് അങ്ങ് പോവാം. ബ്രീഫായിട്ട് പറയണം, എക്സ്പ്ലൈനർ ആയിട്ട് പറയണം, സിനിമാറ്റിക് സ്റ്റൈലിൽ പറയണം. ഇതിൽ എക്സ്പ്ലൈനറിൽ മാത്രമേ ലാംഗ്വേജ് ഉള്ളൂ കേട്ടോ. മലയാളം എക്സ്പ്ലൈനർ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ജനറേറ്റ് കൊടുക്കുക. ഇപ്പോഴേ കൊടുത്താലേ നമ്മൾ ക്ലാസ് തീരുമ്പോഴത്തേക്കും വീഡിയോ കിട്ടും.
അതാണ് ഞാൻ ആദ്യമേ കൊടുത്തു വെച്ചത്. അപ്പൊ അത് കൊടുത്തേ. ഇപ്പൊ രണ്ടെണ്ണം ഞാൻ കൊടുത്തു. മൂന്നാമത്തെ റിപ്പോർട്ട്, ഈ പാഠഭാഗത്തിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് വേണം. അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റ് യുവർ ഓൺ എന്ന് പറഞ്ഞ് ഒരെണ്ണം കൊടുക്കുന്നുണ്ട്, സ്റ്റഡി ഗൈഡ് വെച്ചിട്ടുണ്ട്, ബ്ലോഗ് പോസ്റ്റ്, പിന്നെ കുറെ സജഷൻസ് ഇവർ തരുന്നുണ്ട്. ക്രിയേറ്റ് യുവർ ഓൺ താഴെ ക്ലാസ് റിപ്പോർട്ട് യുവർ വേ ബൈ സ്പെസിഫൈങ് സ്ട്രക്ചർ, സ്റ്റൈൽ, ടോൺ ആൻഡ് മോർ എന്നൊക്കെ പറഞ്ഞ് കഴിച്ച് നോക്കുമ്പോൾ വളരെ എളുപ്പമുള്ള സംവിധാനമാണ്. അതൊരു ഇത് ബ്രീഫ് ആയിട്ടുള്ള ഒരെണ്ണം ഞാൻ കൊടുത്തു. അതിവിടെ റിപ്പോർട്ട് സ്റ്റാർട്ട് ചെയ്താണ് ബ്രീഫ് ആയിട്ടുള്ള ഒരെണ്ണം. ഇത് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. ക്യുസ്, ഈ പാഠഭാഗത്തിന്റെ ക്യുസ് തയ്യാറാക്കാൻ അതും ക്ലിക്ക് ചെയ്തിട്ട് വളരെ കുറച്ച് മതി, ഫീവർ കൊടുക്കാം. ഈസി ആയിട്ടുള്ളതാണ്. ഈസി, മീഡിയം, ഹാർഡ് മൂന്നെണ്ണം ഉണ്ട്. ഡിഫിക്കൽട്ടി ലെവൽ ഈസി കൊടുക്കുക, ഫീവർ കൊടുക്കുക. വാട്ട് ഷുഡ് ദ ടോപ്പിക് ബി, എന്തായിരിക്കും ആ ടോപ്പിക്? ടോപ്പിക് ബേസ്ഡ് ഓൺ യൂണിറ്റ്. ആ യൂണിറ്റുമായിട്ട് ബേസ് ചെയ്ത് എനിക്കൊരു ക്വിസ് തയ്യാറാക്കി തരാൻ പറയാം. അപ്പൊ അതും അവിടെ പ്രോസസ്സ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഡേറ്റ ടേബിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡേറ്റ ടേബിൾ ഇതിന് ഈ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗം വരണില്ല. എങ്കിലും ഒരു ഡേറ്റ ടേബിളിൽ ഒന്ന് വെറുതെ ഒന്ന് ഞെക്കി ഞെക്കി കഴിഞ്ഞപ്പോൾ അതും ഇവിടെ കറങ്ങുകയാണ്. ഇതിൽ ബ്രീഫ് മാത്രം കിട്ടി. ബ്രീഫ് എന്ന് പറഞ്ഞാൽ ഈ കളർ വെച്ചാണ് ഇത് ഐഡന്റിഫൈ ചെയ്യണേ. ഇതാണ് റിപ്പോർട്ടിൻ്റെതാണ് ആയി കിടക്കുന്നത്. റിപ്പോർട്ടിന്റെ മാത്രമേ ആയിട്ടുള്ളൂ, ബാക്കി എല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കറങ്ങട്ടെ, നമുക്ക് അവസാനം ഓരോന്നായിട്ട് നോക്കാം. സ്ലൈഡ് ഡെക്ക് എന്ന് പറഞ്ഞ് നമ്മളെ പ്രസന്റേഷൻ ഒക്കെ നമുക്ക് തയ്യാറാക്കി തരുന്ന സാധനം. അതിലും ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ കാണാം. മലയാളത്തിൽ വേണമെങ്കിൽ മലയാളം കൊടുക്കുക, ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ് കൊടുക്കും. ഷോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഒരെണ്ണം കിട്ടും. ഇതും വളരെ ലെങ്തി എന്ന് വേണം, വളരെ സിമ്പിൾ. ക്രിയേറ്റ് മീ സിമ്പിൾ, സിമ്പിൾ സ്ലൈഡ് ഡെക്ക് എന്ന് പറയാം. വിത്ത് ഇമേജ് ആയിട്ടൊക്കെ പ്രസന്റേഷൻ തയ്യാറാക്കുന്ന പോലെ. ഐ നീഡ് 5 സ്ലൈഡ് ഡെക്ക്. എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് പറഞ്ഞ് കൊടുത്തതേ ഉള്ളൂ, ജനറേറ്റ് കൊടുത്തു. അപ്പൊ അത് സ്ലൈഡ് ഡെക്ക് അവിടെ തയ്യാറാക്കും. ഒരു മൈൻഡ് മാപ്പ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഫ്ലോ ചാർട്ട് പോലെയൊക്കെ നമുക്കൊരു ഇത് തയ്യാറാക്കി തരും. ഫ്ലാഷ് കാർഡ്, റീഡിംഗ് കാർഡ്, ഈ പാഠഭാഗമായിട്ടുള്ള റീഡിംഗ് കാർഡ് വേണം. അത് ക്ലിക്ക് ചെയ്തു. ഇൻഫോഗ്രാഫിക്സ്, ഈ പാഠഭാഗമായിട്ടുള്ള ഒരു ഇമേജുകൾ കൊണ്ട് നമുക്ക് ആ പാഠഭാഗത്തിന് ഒരു ഐഡിയ തരുന്ന സാധനമാണ് ഇൻഫോഗ്രാഫിക്സ്. എല്ലാത്തിന്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്തൊക്കെ ആയി എന്ന് നോക്കാം. ടേബിൾ ആയിട്ടുണ്ടേ, ക്യുസ് ആയിട്ടുണ്ട്. ടേബിൾ നോക്കട്ടെ എങ്ങനെ കിട്ടിയത്. ആ ടേബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ യൂണിറ്റ് 1 ഹോങ്കോങ്, എന്റെ തീം ടോപ്പിക്, ഇത് ഹാൻഡ് ബുക്കിൽ നിന്ന് എടുത്താണ് കേട്ടോ. അതിന്റെ രീതിയിലാണ് കിടക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സാധനം, ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്, ആക്ടിവിറ്റി ഡിസ്ക്രിപ്ഷൻ, ഇൻപുട്ട് ഔട്ട്പുട്ട്, അങ്ങനെ. ഓക്കെ, ആ രീതിയിൽ നമുക്ക് കിട്ടി. ഈ ബാക്കിലോട്ട് പോകാൻ വേണ്ടി ഈ ക്ലോസ് ടേബിൾ കൊടുത്തു കഴിയുമ്പോൾ അത് മാറും. നമുക്ക് ഈ സാധനം, ഈ ഐക്കൺ വെച്ചാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഇത് കാണുമ്പോൾ മനസ്സിലാവും ഇത് ഈ മൈൻഡ് മാപ്പാണ്. ഫ്ലാഷ് കാർഡ് വന്നു, ഫ്ലാഷ് കാർഡ് ക്ലിക്ക് ചെയ്യാം. ആ പാഠഭാഗത്തിന്റെ വായന കാർഡുകളൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടും. അത് ചോദ്യ രൂപത്തിൽ കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രയോജനം. വാട്ട് ഈസ് ദ ടൈറ്റിൽ ഓഫ് യൂണിറ്റ് ഇൻ ദ ക്ലാസ് 1 കേരള റീഡർ എന്ന് പറഞ്ഞ ടൈറ്റിൽ. സി ആൻസർ ഹോങ്കോങ് 2 ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അത് ഓപ്പൺ ആയി വന്നു. വാട്ട് ഈസ് ദ പ്രൈമറി തീം ഫോർ യൂണിറ്റ് 1, ഇതിന്റെ പ്രൈമറി തീം ആൻസർ വെഹിക്കിൾസ്. അപ്പോൾ ആ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട അതിന് റാങ്ക് നമുക്ക് തന്നിട്ടുണ്ട് കുറെ. 64 ചോദ്യങ്ങളുണ്ട്. നമ്മൾ 64 കിടക്കണ്ട. വിച്ച് സ്പെസിഫിക് വേർബ്സ് ആർ ഇൻട്രൊഡ്യൂസ് ടു ഡിനോട്ട് പൊസഷൻ. ഹാസ് ആൻഡ് ഹാവ്. ഓക്കെ, അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എളുപ്പമാണ്. ഇതിനകത്ത് എല്ലാം ഒന്നും നമുക്ക് ഉപയോഗിക്കണമെന്നില്ല. നമുക്ക് ആവശ്യമുള്ള നമ്മളെ ഇത് ഇപ്പൊ ഒരിക്കൽ നമ്മൾ കണ്ടു, ഇതെല്ലാം ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് കണ്ടാണ് പോകുന്നത്. അപ്പൊ എപ്പോഴാണ് ഇത് ഉപയോഗിക്കുക, നമ്മൾ ഇടയ്ക്ക് ഒന്ന് ട്രൈ ചെയ്തോ. ഇതിൽ ഏതെങ്കിലും ഒക്കെ നമ്മൾ ക്ലാസ് റൂമിൽ ഫോഴ്സ്ഫുള്ളി നിങ്ങൾ തന്നെ അങ്ങ് ഉപയോഗിക്കുക. അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് പരി എന്താ വരുന്നത്, പരിചരിച്ചു വരുന്നത്. അങ്ങനെ എന്താണ് അതിന്റെ വാക്ക്, അത് കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു എനിക്കിപ്പോ ഈ ഇതിൻ്റെ അകത്ത് ഫ്ലാഷ് കാർഡ്സ് എനിക്ക് ക്ലാസ്സിൽ ഉപയോഗിക്കാം.
ഈ ക്യുസ് ഈ ക്യുസ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇംഗ്ലീഷിന് എത്രത്തോളം പ്രയോജനം വരുമെന്ന് പറഞ്ഞിട്ട് സയൻസ് സബ്ജക്റ്റുകൾ ഉപയോഗിക്കായിരിക്കും. ഇത് അവര് തന്നെ, നമുക്ക് ഇതിനകത്ത് ഡയറക്റ്റ് ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് വരുന്നില്ല. ആ തന്നിട്ടുള്ള റിസോഴ്സ് വെച്ചിട്ട് അത് തയ്യാറാക്കുന്നതാണ്. നമ്മൾ വീഡിയോ ഒക്കെ ആണെങ്കിൽ നമ്മൾ തന്നെയാണ് അതിനകത്ത് പ്രോംപ്റ്റ് കൊടുത്ത് മാറ്റം വരുത്തുന്നത്, അല്ലേ? ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇൻ ദി സ്റ്റോറി ഹോങ്കോങ് ടു ടൂട്ട് വാട്ട് സൗണ്ട് ഡസ് ദ ബ്ലൂ ബസ് മേക്ക്. രസമാണ്, ഇത് പാഠം പഠിപ്പിക്കുന്നവർക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരു സംഭവം എന്താണ് ഇത്. അതുപോലത്തെ ഒരു സാധനം അതിനകത്ത് വരുന്നുണ്ട്. വാട്ട് ഹാപ്പൻസ് വെൻ ദ പോലീസ് ഓഫീസർ ഷൗട്ട് സ്റ്റോപ്പ് ടു ദ ബസ്. ആ ഇൻസിഡന്റ്, ആ സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സാധനങ്ങൾ. ഓക്കെ, അപ്പൊ അതുപോലെ ഓരോ നിങ്ങളെ ഓരോ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ ഓരോന്ന് ഇതുപോലെ അപ്ലോഡ് ചെയ്ത് ഓക്കെ. ചെറിയൊരു പേജ്, ഒരു ഗ്രാമറിന്റെ ഒരു ചെറിയൊരു പേജ് മതി. അതിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അതെടുത്തിട്ട് കൊടുത്ത് അതിനെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഇതിൽ ഒരുപാട് തരത്തിൽ പരീക്ഷണം നടത്തി നോക്കണം. അപ്പോൾ അതായി. വീഡിയോ ഓവർ ഇത്തിരി വൈകും, വരുന്ന മുറയ്ക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ. ഈ സിമ്പൽ വെച്ചിട്ട് ഇത് ഓഡിയോ ഓവർവ്യൂ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എനിക്ക് ഓഡിയോ കിട്ടുമോ എന്നുള്ള കാര്യം നമുക്കൊന്ന് നിങ്ങളൊന്ന് പറയേണ്ടി വരുമേ. സെലക്ട് ചെയ്ത് വയ്ക്കുന്നത് ഒന്ന്, ചില സമയത്ത് അത് കിട്ടില്ല. ഇതിൽ രണ്ടാമത്തെ. ഇനി ഒന്ന് ഓഡിയോ പ്ലേ ചെയ്ത് നോക്കട്ടെ. ഒന്ന് പറയണേ, ഓഡിയോ കേൾക്കുന്നുണ്ടോ ഇല്ലെന്ന്. എനിക്ക് കേൾക്കണില്ല. എനിക്കിപ്പോ കേൾക്കുന്നു. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ ഇല്ല ടീച്ചേഴ്സ്? ഇല്ല ഇല്ല ഇപ്പോഴോ? ഇല്ല. ഇപ്പോഴോ? ഇല്ല അല്ലേ? ഇല്ല. ഫേമസ് ഹെഡ്ഫോൺ. ഇല്ല അല്ലേ? കേൾക്കുന്നില്ലല്ല. അറിയില്ല, നോക്കാം. അപ്പോൾ അതിനെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് കൊടുത്ത് നമ്മളെ കമ്പ്യൂട്ടറിലോട്ട് സേവ് ചെയ്യാം. അതിനെ ഞാൻ ഗ്രൂപ്പിലോട്ട് ഇട്ടുതരാം. കേൾക്കുന്നില്ല. ഇടയ്ക്ക് ഞാൻ ഞാനിപ്പോ പറയുന്നത് കേൾക്കുന്നില്ല. അത് ഹലോ. കേൾക്കുന്നുണ്ട്. മറ്റേ ഓഡിയോ ഓഡിയോ. കേട്ടിട്ട്. ഓഡിയോ എന്തുകൊണ്ടെന്ന് അറിഞ്ഞൂടാ. ചില സമയത്ത് ഈ ജാക്ക് മൈക്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ കേൾക്കും. എനിവേ ഞാൻ അതിനെ ഇതിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേക്കാം. ഇനി ഇത് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇതിൽ ഈ ഈ 3 ഡോട്ടില്ലേ, ഇതിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫയല് ഡൗൺലോഡായി നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് വരും. ഇപ്പോൾ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുക. ആ ഫയലിനെ ഞാൻ ഷെയർ ചെയ്യാം.
അത് വരട്ടെ, നമുക്ക് സമയം പാഴാക്കണം, അതിൻ്റെ കൂടെ നോക്കാം. ഇനി വീഡിയോ ഉണ്ട്. വീഡിയോ ഓവർവ്യൂ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഇൻഫോഗ്രാഫിക്സ് ഒന്ന് നോക്കാം. ഇൻഫോഗ്രാഫിക്സിൽ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ ടീച്ചിങ് റോഡ് മാപ്പ് ഹോങ്കോങ് ടൂട്ട് ക്ലാസ് 1 ഇംഗ്ലീഷ്. റോഡ് മാപ്പ് എന്ന വാക്ക് കണ്ടുകൊണ്ടായിരിക്കും ഒരു റോഡൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഹാവ് ആണ് അതിനകത്ത് കോർ വൊക്കാബുലറി ആൻഡ് ഗ്രാമർ ആയിട്ട് പറയണത്. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട സാധനം. അപ്പോൾ ഇങ്ങനത്തെ ഇമേജ് ഫോർമാറ്റിൽ നമുക്ക് ആ പാഠവുമായിട്ട് ബന്ധപ്പെട്ട സാധനം നമുക്ക് കിട്ടും. അതാണ് ഇൻഫോഗ്രാഫിക്സ് എന്ന് പറയുന്ന ഈ സാധനം. ഫ്ലാഷ് കാർഡ് നമ്മൾ പറഞ്ഞു. മൈൻഡ് മാപ്പ് നോക്കിയില്ല. മൈൻഡ് മാപ്പാണ് നോക്കുക. കരിക്കുലം മൈൻഡ് മാപ്പ്. ഇങ്ങനെ ഒരു സാധനം. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കോർ തീംസ്, ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്, ലാംഗ്വേജ് എലമെൻറ്റ്സ്, ടീച്ചിങ് മോഡ്യൂൾസ്, കീ റിസോഴ്സ്. ഇനി ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സബായിട്ടുള്ള സാധനം കോർ തീംസിനകത്ത് വെഹിക്കിൾ, പേഴ്സണൽ റിലേഷൻ, ഇങ്ങനത്തെ സാധനങ്ങളായിട്ട് വരുന്നതാണ് മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. ഓരോ സബ്ജക്റ്റ് ബേസ്. അത് ഈ ഹാൻഡ് ബുക്ക് കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വന്നത്. ടെക്സ്റ്റ് കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വരത്തില്ലായിരുന്നു. ഈ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഓരോന്നായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ മറ്റേ ക്ലാസ് പ്രൊജക്ടറിലൊക്കെ ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടാപ്പെട്ടേക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ബിഹൈവ് കീ റിസോഴ്സസ്. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലായല്ലോ. അത് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതും ഡൗൺലോഡായിട്ട് നമ്മളെ കമ്പ്യൂട്ടറിൽ വരും. ക്ലോസിന് വേണ്ടി ഇത് കൊടുക്കുക. അപ്പോൾ ഈ വിൻഡോ തിരിച്ച് നമുക്ക് കിട്ടും. ഇത് നോക്കിയില്ല. ഇത് നമ്മുടെ ഈ പ്രസൻറ്റേഷൻ സ്ലൈഡ് ഡെക്ക് എന്ന് പറഞ്ഞ സാധനമാണ്. ഇതും നല്ല രസമുള്ള സാധനമാണ്. ഇതിൻ്റെ അകത്ത് ഓരോ ഇമേജുകളായിട്ട് ഇങ്ങനെ നമുക്ക് കിട്ടും. ഓക്കെ. ഇതിനെ ഒന്ന് എക്സ്പാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വലുതായിട്ട് കാണാം. ഞാൻ ചെയ്തത് ഇതാണ് എക്സ്പാൻഡും കൊളാപ്സും. ഇതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ സോറി ഈ താഴത്തെ ഇതിൽ എക്സ്പാൻഡിൽ കൊടുത്തപ്പോൾ ഇതിങ്ങനെ വലുതായി. കരിക്കുലം റോഡ് മാപ്പ് നമുക്ക് കാണാം. ഇങ്ങനെ ഓരോ പേജുകളും കുട്ടികൾക്ക് കാണിച്ചു കൊടുത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. മലയാളത്തിലുള്ളതും വന്നു. അതൊന്ന് ഡൗൺലോഡ് കൊടുത്തിട്ടാ. ഹോണടിച്ചും കളിച്ചും. ഇത് രണ്ടും വന്നു. ഓക്കെ, അത് ഞാൻ അയച്ചേക്കാം. അത് വാട്സപ്പിൽ കൊടുത്തിട്ട് പറഞ്ഞില്ല. എനിവേ നമുക്കപ്പോൾ അതിനകത്ത് ഇനി നോക്കാനായിട്ട് ക്യുസ് നോക്കിയെന്ന് തോന്നുന്നു. ഇനി ബ്രീഫ് ഉണ്ട്. ബ്രീഫ് ഇതാണ്, റിപ്പോർട്ടാണ്. റിപ്പോർട്ട് നോക്കിയിട്ടില്ല. അപ്പം റിപ്പോർട്ട് കൂടെ ഒന്ന് നോക്കാം. ആ ചാപ്റ്ററിൻ്റെ ഒരു റിപ്പോർട്ടാണ് തയ്യാറാക്കി തന്നിരിക്കുന്നത്. അതിനെ കോപ്പി ചെയ്ത് നമുക്ക് ഡോക്യുമെൻറ്റിലൊക്കെ കൊണ്ടുപോയി ചെയ്യാം. മറ്റേ ടേബിളിൽ കണ്ടതുപോലെ ഇതിനകത്തും വന്നിട്ടുണ്ട്. ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് കോംപ്രിഹെൻഷൻ, പെഡഗോജിക് ഫ്രെയിംവർക്ക്, തീമാറ്റിക് അനാലിസിസ്, ഓക്കെ ടീച്ചേഴ്സ്. ഇത്രയാണ് നമുക്കിതിനകത്ത് ഉള്ളത്. ഇതൊന്ന് ചെയ്ത് നോക്കുക. എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് ആദ്യം മുതൽ പറയാം. നമ്മൾ ഫസ്റ്റ് ഫ്ലാഷ് കാർഡ് എന്ന് സാറേ ഒന്ന് പറയും. ഫ്ലാഷ് കാർഡ്. ഫ്ലാഷ് കാർഡ് നമ്മൾ റീഡിംഗ് ഫ്ലാഷ് കാർഡ്. റീഡിംഗ് കാർഡ് അത് പറയാമല്ലോ. ഫ്ലാഷ് കാർഡിൻ്റെ ഐക്കൺ ഇതാണ്, ഇങ്ങനെ കാണുന്ന. അത് വെച്ചിട്ടാണ് ഈ ഐക്കൺ വെച്ചിട്ടാണ് പിടിക്കുന്നത്. അതായിരിക്കും. അതിൽ എഴുതിയും കാണിച്ചിട്ടുണ്ട്. 64 ഫ്ലാഷ് കാർഡ് അത് തയ്യാറാക്കി തന്നിട്ടുണ്ട്. ഈ രണ്ട് ഇപ്പോൾ ഈ ഫ്ലാഷ് കാർഡ് മറ്റതുപോലെയല്ല. നമുക്ക്
ഇതൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ സാധനം മാത്രം നമുക്ക് ഇതിനകത്ത് നിന്ന് പ്ലേ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ പിള്ളേരെ കാണിക്കണമെങ്കിൽ ഇതുപോലെ എടുത്ത് വെച്ചേ പറയാൻ പറ്റും. കാരണം ഇങ്ങനെ എൻ്റെ ആൻസറും കൂടെ അതിനകത്ത് വരുന്നതുകൊണ്ടാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ. കോൺട്രാസ്റ്റ് ദ ഫിസിക്കൽ ആട്രിബ്യൂട്ട് ഓഫ് സൈസ് ബിറ്റ്വീൻ ദ ബസ് ആൻഡ് ദ കാർ. ഇതൊന്നും അതിനകത്ത് വേണ്ടാത്ത സാധനം. കുറച്ച് വേണ്ടാത്തതൊക്കെ വരുവേ. ഐഡന്റിഫൈ ദ സ്റ്റുഡൻറ് ആക്ടിവിറ്റി ബുക്ക്. ഇങ്ങനെ ഓരോ അതൊന്ന് കുറച്ച് ചോദ്യങ്ങളും അതിൽ സി ആൻസറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ വരും. ആവശ്യമില്ലാത്തതും ഉണ്ടാവും, ആവശ്യമുള്ള ഇതിനെ ഞാനൊക്കെ ചെയ്യുന്ന ഇതിനെ ഇങ്ങനെ കോപ്പി എടുത്ത് അതിനെ സെപ്പറേറ്റ് ചെയ്ത് മറ്റ് സോഫ്റ്റ്വെയറിൽ കൊണ്ടുപോയി ഇടും. ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ ഇതിനെ എക്സ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും സംവിധാനം കൊണ്ട് അതിലൊരു 3 കുത്തുവാണ്, അതിലത് നോക്കട്ടെ. റീസ്റ്റാർട്ട് സെറ്റ്, ഡൗൺലോഡ് സെറ്റ് കിടപ്പുണ്ട്, നോക്കട്ടെ ഏത് ഫോർമാറ്റിൽ ഡൗൺലോഡായി വരും. SCV എന്ന് പറഞ്ഞ ഒരു സാധനത്തിലാണ് ഇത് ഡൗൺലോഡായി വരുന്നത്. SCV എന്ന് പറയുന്നത് എക്സൽ ഫോർമാറ്റാണ്, എക്സലുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ്. CSV സോറി SCV അല്ല, CSV ഫോർമാറ്റ്. CSV ഫോർമാറ്റിൽ നമുക്കിതിനെ ഇതാ കിട്ടി. ഇവിടെ നിന്ന് കോപ്പി എടുക്കാം. ഇങ്ങനെ എടുക്കാം കേട്ടോ. ഇതിൽ പുതിയ അപ്ഡേറ്റ്സ് ഈ അടുത്ത കാലത്തൊക്കെയാണ് വന്നിരിക്കുന്നത്. മുമ്പ് ഇതിനെ കുറേ കോപ്പി എടുത്ത് കഷ്ടപ്പെട്ടൊക്കെയാണ് കൊണ്ടുപോയി. ഇതിപ്പോൾ എന്ത് എളുപ്പമുണ്ട്, ഇവിടെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും ഉപയോഗമുള്ള, എല്ലാ ആവശ്യമുള്ള ക്വസ്റ്റ്യൻ മാത്രം നമുക്ക് എടുത്ത് ക്ലാസ് റൂം പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോകാം. എങ്ങനെയാ എടുത്തേ അത് പറഞ്ഞു. ഫ്ലാഷ് കാർഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഇതെവിടെ ഐക്കൺ ഉണ്ട്, ഇതിനകത്ത് എഴുതിയിട്ടുണ്ടാവും ഫ്ലാഷ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ കാണാം. ഇതിൽ 3 ഡോട്ട് ഇവിടെ ഉണ്ട്, മറ്റതിലും അവിടെയും കാണും 3 ഡോട്ട്. ഫ്ലാഷ് കാർഡിൻ്റെ നേരെ 3 ഡോട്ട് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട്. പക്ഷെ ഇവിടെ ഡൗൺലോഡ് വരുന്നില്ല, അതിന് പകരം നമ്മൾ ഓപ്പൺ ആക്കുമ്പോഴാണ് ഡൗൺലോഡ് വരണം. ഇവിടെയാണ് ഡൗൺലോഡ് വരണം. അതിനെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ CSV ഫോർമാറ്റിൽ ഡൗൺലോഡ് ആവും. ഇത് മറ്റേ എക്സലുമായിട്ട് ബന്ധപ്പെട്ടാണ്, മൈക്രോസോഫ്റ്റ് എക്സൽ. അപ്പോൾ ആ ഫോർമാറ്റ് നമുക്ക് കിട്ടും. അതൊന്ന് നമുക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾ പിക്ക് ചെയ്ത് കൊണ്ടുപോകും. 64 ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതൊരു ക്ലാസ് റൂം പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ടീച്ചിങ് മാനുവലിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുന്ന, ഏത് സബ്ജക്റ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇത് വീഡിയോ ആയിട്ടുണ്ട്. വീഡിയോ നമുക്ക് കാണാം, ഓഡിയോയിലാണ് വിഷയം. വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമസ്കാരം. കുട്ടികളുടെ പ്രായം നമസ്കാരം. കുട്ടികളുടെ പ്രാരംഭ ഭാഷാ പഠന രീതികളെ നമുക്ക് എങ്ങനെ അടിമുടി മാറ്റാൻ കഴിയും? കഷ്ടം തന്നെ. കേട്ടില്ലല്ലോ അല്ലേ? ഇല്ല. കുറച്ച് കേട്ടിരുന്നു. ഇപ്പൊ കുറച്ച് കേട്ടോ? അതെ, കേട്ടു. രക്ഷപ്പെട്ടു. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ചെറിയ ശബ്ദത്തിൽ കേൾക്കാം. പാഠ്യപദ്ധതി ഇടയും പരിഹാരം പദ്ധതിയിലുണ്ട്.
കുട്ടികൾ ശ്രദ്ധ പിടിച്ചു വച്ചു. ചില ആക്ടിവിറ്റികൾ വഴിയും അവർ ഈ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കുന്നു എന്ന് ഇതിലൂടെ നമുക്ക് പെട്ടെന്ന് നോക്കാം. ഏതൊരു ക്ലാസ്സിലായാലും അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ 3 ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ ആക്കാം. എളുപ്പമാണ്. ഒരു പരിപാടിയില്ല, വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തു അല്ലേ. കൈയും കെട്ടിയിരുന്ന് വളരെ റിലാക്സ് ആയിട്ടൊന്ന് ചെയ്ത സാധനങ്ങളാണ്. എല്ലാം ഒന്നും നമുക്ക് ഉപയോഗിക്കേണ്ടതല്ല, ആവശ്യമുള്ളതൊക്കെ. ഞാൻ ഇടയ്ക്ക് ഓഡിയോ ഓവർവ്യൂ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ടോപ്പിക്കേ, ഇപ്പോൾ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ യൂട്യൂബ് എടുത്തിട്ട് ഏത് വിഷയമായിരുന്നു നമുക്ക് പഠിക്കണമെന്നുള്ള ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്ത് ഇതിന് ഓഡിയോ ഓവർവ്യൂവിന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ 4 മണിക്കൂറുള്ള സാധനമായിരിക്കും. എനിക്ക് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പഠിക്കണമെന്ന് വിചാരിച്ചോളൂ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫുൾ കോഴ്സ്. ഇത് ഞാൻ എൻ്റെ ഒരു ടോപ്പിക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ടോപ്പിക്ക് എടുക്കാം, എന്നിട്ട് അതിൻ്റെ URL കോപ്പി എടുക്കുക. ഈ ഈ പുൾ ഈ വെബ് യൂട്യൂബിൽ പറയണത് നല്ല കണ്ടന്റാണ്, എനിക്ക് ആവശ്യമുള്ളതാണെന്ന് തോന്നി. പക്ഷേ എനിക്ക് ഈ എത്ര മണിക്കൂർ, 23 മണിക്കൂർ, എനിക്ക് 23 മണിക്കൂറുള്ള സാധനം, 23 മണിക്കൂർ എനിക്ക് ഇരിക്കാൻ പറ്റൂല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ക്രിയേറ്റ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞ ആ സാധനം ക്ലിക്ക് ചെയ്യും. എന്നിട്ട് ആ URL ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് സെൻഡ് പ്രോംപ്റ്റ് കൊടുക്കും. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് ഇവിടെ നടക്കും. നമ്മുടെ ക്ലാസ് റൂമിൻ്റെ പരിപാടികളൊക്കെ കളഞ്ഞു. ഇത് പുതിയതാണ്. ക്രിയേറ്റ് ന്യൂ നോട്ട്ബുക്ക് എടുത്ത് വേണം ചെയ്യാൻ. ഒരെണ്ണത്തിനെ കളഞ്ഞിട്ട് പുതിയത് ചെയ്യാനായിട്ട്. ക്ലാസ് റൂമിൽ നമ്മൾ പറയേണ്ട എല്ലാം പറഞ്ഞു. ഇനി ഒരു റിസർച്ചോ അതുപോലെയൊക്കെ എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, എന്ത് വിഷയം ആയിക്കോട്ടെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി എന്ന് പറയുന്നത് കംപ്ലീറ്റ് അത് തന്നെ തയ്യാറാക്കി അഡീഷണൽ പ്രോംപ്റ്റ് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഇനി ഈ ഓഡിയോ ഓവർവ്യൂ മലയാളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ മലയാളം സെലക്ട് ചെയ്ത് ഇങ്ങനെയാണ് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നത്. ജനറേറ്റ് കൊടുക്കുമ്പോൾ എനിക്കിവിടെ എൻ്റെ പ്ലാനിങ് പരിപാടി തുടങ്ങും. മലയാളത്തിൽ ആ എത്ര മണിക്കൂർ, 23 മണിക്കൂറിലുള്ളതിനെ ചുരുക്കി അബ്സ്ട്രാക്റ്റ് ആക്കി ആവശ്യമുള്ള കണ്ടന്റ് മാത്രമായിട്ട് നമുക്ക് തരും. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് ഈ പറഞ്ഞ പ്രോസസ്സ് അത്രയും നമുക്ക് ചെയ്യാം. വീഡിയോ എടുക്കാം, മലയാളത്തിലോ ഇംഗ്ലീഷിലോ തമിഴിലോ, അതിൽ പറയുന്ന അത്രയും ലാംഗ്വേജ്. ഒത്തിരി ലാംഗ്വേജ് പറയുന്നുണ്ട്. ഹിന്ദി ഉണ്ട്, മറാഠി ഉണ്ട്, തമിഴ് അടപ്പുണ്ട്. ഇത് ഈ നമ്മൾ കുറേ ഓഡിയോ റിവ്യൂവിലൊക്കെ ഈ ഒരു സംവിധാനമുണ്ട്. അപ്പം അത് ചെയ്ത് നോക്കാം. ഇന്ന് ഫുള്ള് നമ്മൾ നോട്ട്ബുക്ക് എല്ലാം ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇല്ല, എളുപ്പമുള്ള സാധനമല്ലേ. അതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ടീച്ചേഴ്സ്? യൂട്യൂബിൽ നിന്ന് URL മാത്രം കോപ്പി ചെയ്തിട്ട് കൊടുത്താൽ മതിയാ? ആ സാറേ, യൂട്യൂബ് എന്ന് ഞാൻ അതിൻ്റെ ലിങ്ക് ആദ്യം കോപ്പി ചെയ്യും. അതെ, URL കോപ്പി ചെയ്തു. ഇങ്ങനെ ആ വേണ്ട കണ്ടന്റിന്റെ URL കോപ്പി എടുത്തിട്ട് അതിനെ ക്ലോസ് ചെയ്ത് ഈ നോട്ട്ബുക്ക് എല്ലാം പിന്നെ ഫ്രഷ് ആക്കി ക്രിയേറ്റ് ഫ്രഷ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞ് അത് കൊടുത്തു. എന്നിട്ട് അത് ഇവിടെ കാണാൻ പറ്റുമല്ലോ, സോഴ്സിൽ ഞാൻ കൊടുത്ത സാധനങ്ങൾ ഇവിടെ കിടക്കും. പ്രോംപ്റ്റ് നമ്മള് പ്രോംപ്റ്റ് വേണമെന്നില്ല, അത് തന്നെ ദിസ് കോംപ്രിഹെൻസീവ് ഗൈഡ് എന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെ ചെയ്യുന്നുണ്ട്. ആ കണ്ടന്റ് ബേസ് ചെയ്തിട്ട് കൂടുതൽ വേണമെങ്കിൽ അതിൻ്റെ അകത്ത് സിമ്പിളായിട്ട് ഒരെണ്ണം വേണം അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. അത് നിർബന്ധമില്ല, അങ്ങനെ അതിൻ്റെ ആവശ്യം വരാറില്ല. ബാക്കി ഇവിടെ ഓഡിയോ ഓവർവ്യൂവിനകത്ത് നമ്മൾ പറയേണ്ട ബ്രീഫ് വേണോ, ഡിബേറ്റ് രീതിയിൽ വേണോ, ക്രിറ്റിക് വേണോ, ഡീപ്പ് ഡൈവ്, കൂടുതൽ ആഴത്തിൽ പോകണം, അതാണ് ഡീപ്പ് ഡൈവ്. പിന്നെ ലാംഗ്വേജ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക, നമുക്ക് വേണ്ട ഔട്ട്പുട്ട് ലാംഗ്വേജ്. നോട്ട്ബുക്ക് കിടക്കുന്നേ ഉള്ളു മോളെ, ഇതാ കണ്ടോ? അത് തന്നെ. കണ്ടോ? യെസ്. ബബിത ടീച്ചർ എന്തോന്ന് വെച്ചാൽ ഡൗട്ട് ചോദിക്കാൻ വേണ്ടി എടുത്തതാണ്, ഇടയിലാണ് സംശയം മാറി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. ഇനി എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻ പറയാനുണ്ടെങ്കിൽ ഇത് കേട്ടിട്ടെ
ഇന്ന സബ്ജക്റ്റിലെ ഇന്ന ഇത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു എന്നൊക്കെ പറയാനുണ്ടെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇതിൽ ഈ കാണുന്ന ഇത്രയും സാധനത്തിനകത്ത് ഏതെങ്കിലും ഒന്ന് ചെയ്യാൻ അപ്പൊ ചെയ്ത് നോക്കിയിട്ട് പറയാം സാർ. ആ- ആ- ചെയ്ത് ഒന്നുമില്ല. നമുക്ക് നോക്കിയിട്ട് ഡീഫോൾട്ട് കൂടുതൽ വേണമെങ്കിൽ അറിയിക്കും. അതെ 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 അതെ, ഒന്നുമില്ല, ഡീഫോൾട്ട് ആയിട്ടുള്ള വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ഈ അതിലെങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ കിട്ടണമെങ്കിൽ അതിൽ വെറുതെ ഒന്ന് ടച്ച് ചെയ്താൽ മതി. ഇനി സെറ്റിങ്സ് മാറ്റണമെങ്കിൽ മാത്രം ദേ ഈ കാണുന്ന ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ അകത്ത് കയറി ലോങ് വേണോ ഷോർട്ട് വേണോ ഡീഫോൾട്ട് ആയിട്ടുള്ളത് വേണോ എന്നുള്ളത് ഇവിടെ കൊടുക്കാം. നമ്മളെപ്പോഴും സിമ്പിളാക്കി വെച്ചിരിക്കുന്നതാണ് എളുപ്പം. അത് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് കുറച്ച് സമയം ഉള്ളത് കൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. നമുക്ക് ഏഹ്, ഒരു സുനോ എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മുടെ ഇപ്പോൾ ചാറ്റ് ജി പി ടി എടുക്കുകയാണ്. ചാറ്റ് ജി പി ടി ഇതിൽ ആർക്കും സംശയം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പുതിയ വിഷയം എടുക്കണേ. ഇതിൽ വേറെ ടീച്ചേഴ്സ് ആർക്കും വേറെ സംഭവം ഇല്ലല്ലോ. ഞാൻ അടുത്തൊരു പുതിയൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇല്ലല്ലോ ആർക്കും. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കി. എല്ലാത്തിലും ഡൗൺലോഡ് ഉണ്ട്, ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. ഞാൻ പറയാൻ വന്നത് നമ്മളെ കവിതകൾ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളൊക്കെ നമ്മൾ വോയിസ് ചെയ്തു, ഈ ടെക്സ്റ്റിനെ ഓഡിയോ ആക്കിയൊക്കെ ചെയ്തു. പക്ഷേ കവിത പാട്ട് രൂപത്തിലുള്ള സാധനങ്ങളൊന്നും നമ്മൾ ചെയ്തില്ല. നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കവിത വേണമല്ലോ. ക്രിയേറ്റ് മീ ഒരു മലയാളം കവിത അല്ലെങ്കിൽ ഒരു സോങ് കൊടുക്കും. മലയാളം സോങ് റിലേറ്റഡ് കെയർ കെയറുമായിട്ട് ബന്ധപ്പെട്ടൊരു മലയാളം സോങ് തരാൻ പറയും. മഴത്തുള്ളി പോൽ വന്നു അപ്പോൾ അതൊരു കവിതയിൽ തന്നു. ആ കവിത അവതാരിക ആ കവിതയെ ഞാനിങ്ങനെ പിക്ക് ചെയ്തു, ആ 8 വരി. എന്നിട്ട് നമ്മളൊരു സുനോ സുനോ എന്ന് പറയുന്ന ഒരു ടൂൾ, നമ്മൾ ഈ 11 ലാബ്സ് പഠിച്ചതുപോലെ സുനോ എന്ന് പറയുന്ന ടൂള് നമ്മൾ ജിമെയിൽ നമ്മൾ എനേബിൾ ആയിരിക്കണം. സുനോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ പാട്ടിനെ അത് പെട്ടെന്ന് തന്നെ ആ വരികളെ പാട്ടാക്കി മാറ്റിത്തരും. അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് കുറച്ച് സമയം ഉള്ളതുകൊണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഇതും കൂടെ ഒന്ന് ചേർത്തതാണ്. പറഞ്ഞു പോകാൻ പറ്റുന്ന സാധനമാണ്, എളുപ്പമാണല്ലോ. ഇവിടെ നിന്ന് കോപ്പി എടുത്ത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ വരികളെയൊക്കെ നമുക്ക് ഈ പാട്ടാക്കി മാറ്റാൻ പറ്റും. ഈ സുനോ എന്ന് പറയുന്നത് ഇപ്പോൾ 3-4 ഇതുപോലത്തെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. AI ടൂൾ സുനോ ആദ്യകാലം മുതലുള്ള ഒരു ടൂളാണ്. നമുക്ക് ഇതിനകത്ത് ക്രെഡിറ്റ് ഉണ്ട്. ആദ്യം ക്രെഡിറ്റ് എത്രയെന്നുണ്ടെന്ന് നോക്കട്ടെ. എനിക്കൊരു 50 ഒക്കെ ഉണ്ടായിരുന്നു, 30 കാണുമായിരിക്കും. ലോഡായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് 30 ക്രെഡിറ്റ് ആണ് എനിക്ക് ഉള്ളത്. ഇവർ അപ്ഗ്രേഡ് ടു പ്രോ കൊടുത്താൽ കൂടുതലായിട്ട് കിട്ടും. നമുക്ക് ആവശ്യമില്ല, നമുക്ക് 4-5 വരിയൊക്കെ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ അതിനെ ഇതിനകത്ത് പേസ്റ്റ് കൊടുത്ത് ആ 8 വരിയും കൂടെ ചേർത്ത് ക്രിയേറ്റീവ് ഓപ്ഷൻ കൊടുക്കുകയാണ്. ഇതിനകത്തൊരു സാധനം കൂടെ ഉണ്ട്. അത് എൻ്റെ സജഷനാണ് കേട്ടോ. ക്രിയേറ്റ് കൊടുക്കുമ്പോൾ ഈ വരികളെ ഈ സുനോ ആപ്പ് എന്ത് ചെയ്താക്കി തരും? നല്ലൊരു പാട്ടായിട്ട് 2 പാട്ടാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. പാട്ട് കേൾക്കുമായിരിക്കും അല്ലേ? പാട്ടിൻ്റെ ഓപ്ഷനൊക്കെ ഓണാണ്, കേൾക്കും. ചാക്ക് മൈക്ക് ഒക്കെ അങ്ങനെ 2 ഇത് വന്നു.
ഓക്കെ, കഴിഞ്ഞു. അത് ഞാൻ ഒന്ന് പ്ലേ ചെയ്യണേ. കരുതലിനൊരു വെളിച്ചം. എന്നൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഞാൻ കൊടുത്ത വരി മഴത്തുള്ളി പോൽ വന്നു നീ ആണ്. അങ്ങനെ തന്നെ പ്ലേ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിൻ്റെ ഹെഡിങ് കിടക്കുന്ന കരുതലിനൊരു വെളിച്ചം എന്നാണ്. വരട്ടെ, വെയിറ്റ് ചെയ്യാം. കറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ 11 ലാബ്സിനകത്ത് നമ്മൾ പഠിച്ച സെയിം പരിപാടി തന്നെയാണ്. അതിനകത്ത് ടെക്സ്റ്റ് ടു ഹലോ ടീച്ചേഴ്സ്, കേട്ടോ ശബ്ദം? ഇല്ല. ഒട്ടും കേട്ടില്ല. ഇല്ല. ഞാൻ സെറ്റിങ്സിലൊന്നും മാറ്റിയില്ല. ഇത് മാറി. ഇത് രണ്ട്, ഇത് ഒന്ന്. ഒരിക്കൽ കൂടെ കൊടുത്തു. എന്ത് പരിപാടി ഒന്നും മനസ്സിലാവണില്ല. ഒരിക്കൽ കേക്ക്, ഒരിക്കൽ കേക്ക്. ഇത് ഡൗൺലോഡ് ചെയ്യുന്ന ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഫയലിൽ കൊടുക്കുമ്പം ഇവിടെ ഡൗൺലോഡ്. വാട്സാപ്പ് പിണങ്ങി തന്നെ ഇരിക്കും, അത് പറഞ്ഞില്ല. ഒന്ന് എന്നോടൊപ്പം ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഇത്രയാണ് സംഭവം. അതെങ്ങനെ ചെയ്തതെന്ന് ഒരിക്കൽ കൂടെ പറയാം. നമ്മൾ ആദ്യം വരികൾ ചെയ്യുക. വരികളിലെ പാഠപുസ്തകത്തിലെ വരികളെ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു കവിത എടുക്കുക. എങ്ങനെയായിരുന്നാലും ടെക്സ്റ്റ് ഫോർമാറ്റിലുള്ള ഒരു സാധനത്തിനെ നമ്മൾ എടുക്കുന്നു, കോപ്പി എടുക്കുന്നു. സുനോ എന്ന് പറയുന്ന സുനോ എടുത്തത് suno.com എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കാം. ഗൂഗിളിൽ സുനോ എന്ന് അടിച്ചു കൊടുക്കാം. സുനോ സുനോ AI സുനോ AI കൊടുക്കുക. ക്ലിക്ക് ചെയ്യുക. സുനോയുടെ സൈറ്റ് ഓപ്പൺ ആയി വരും. ആദ്യത്തെ പ്രാവശ്യം ജിമെയിലിൽ നമ്മൾ ഇതിൽ ആദ്യം കയറുന്ന ഒരാളോട് ജിമെയിലിൽ ലോഗിൻ ചെയ്യാൻ പറയും. നമ്മൾ ജിമെയിലിൽ എൻ്റർ ചെയ്ത് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു വിൻഡോ ആയിരിക്കും കിട്ടുക. ഒരു എന്ന് പറഞ്ഞ് കാണിക്കുമല്ലോ ജിമെയിലിൻ്റെ സിമ്പൽ. അത് ക്ലിക്ക് ചെയ്ത് വേണം ജോയിൻ ചെയ്യാൻ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ അത് ലോഡായി വരുമ്പോൾ കാണാൻ പറ്റും. നമ്മുടെ ക്രെഡിറ്റ് ആദ്യം കാണിക്കും. നേരത്തെ എനിക്ക് 30 ഇപ്പൊ 20 കാണും. കുറച്ചേ ഒരു തരുള്ളൂ. ഒരു 8 വരിയൊക്കെ തരത്തുള്ളൂ. ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അതിനകത്ത് ഇപ്പോൾ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് കുറച്ച് ഓപ്ഷൻ, ഈ വയലിനൊക്കെ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. സോള് ഇതൊക്കെ എന്താണോന്ന് പറഞ്ഞുകൂടാ. കുറേ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. അതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്താൽ അതും കൂടെ ചിൽഡായിട്ടുള്ള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടെ കയറും അതിനകത്ത്. ഈ പാട്ടിനകത്തെ കയറും. എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പാട്ടും കൂടെ ഇവിടെ ഡൗൺലോഡ് ആകും. ക്രിയേറ്റ് എന്ന് പറഞ്ഞും കറങ്ങി അവിടെ നമുക്ക് ഇവിടെ ഈ ഡൗൺലോഡായി വരുന്ന ഫയലിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് MP3 ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്ത് മാറ്റാൻ സാധിക്കും. ഇതിനകത്ത് അപ്ഗ്രേഡ് പറയുന്നുണ്ട്. നീഡ് കൊമേഴ്ഷ്യൽ റൈറ്റ്സ്. നമ്മൾ കൊമേഴ്ഷ്യലി ഉപയോഗിക്കുമ്പം റൈറ്റ്സ് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ ക്ലാസ് റൂമിലൊക്കെ അല്ലേ ഉപയോഗിക്കും. അപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഡൗൺലോഡ് എനിവേ കൊടുത്താൽ
ആ ഫയൽ നമ്മുടെ ഇതിനകത്ത് ഡൗൺലോഡായി കിട്ടും. അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്രിയേറ്റ് ചെയ്യുക, പ്രോംപ്റ്റ് കൊടുക്കുക, ഇവിടുത്തെ ക്രിയേറ്റ് കൊടുക്കുക, പാട്ട് വരും, പാട്ടിനെ ഡൗൺലോഡ് ചെയ്യുക. ഭയങ്കര എളുപ്പമാണ്. മൊബൈലിലും നമുക്ക് ഈ സുനോ ആപ്പ് എന്ന് പറഞ്ഞ ആപ്പുണ്ട്. ആ ആപ്പിനെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഇത്രയാണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ. ഇനി എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറയാം. ഡൗട്ട്സ്? ഇന്ന് വളരെ എളുപ്പമുള്ള 2 ടൂളുകളാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. ചെയ്ത് നോക്കണം. എന്നിട്ട് നമ്മളതായിട്ടുള്ള പരീക്ഷണം ചെയ്തില്ലെങ്കിൽ മറന്നു പോകും. കുറച്ച് പാട്ടുകളൊക്കെ ഇന്ന് തന്നെ കുറേ പേസ്റ്റ് ചെയ്ത് കേട്ട് നോക്കുക. ഒരു സുനോയിൽ തീരുമ്പം ലോഗ് ഔട്ട് ചെയ്തിട്ട് വേറൊരു അക്കൗണ്ട് എടുക്കുക. ഇനി ഇത് 10 ഉള്ളൂ. ഇനി അടുത്ത് ഞാൻ വേറെ ഇമെയിലായിരിക്കും കയറുക. സുനോ കുറേയൊക്കെ ചെയ്ത് നോക്കാം. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. കുറച്ച് വരികളെ തരത്തുള്ളൂ, ഉള്ളത് ഉപയോഗിക്കാം. നോട്ട്ബുക്കിൽ ഇത്രയും സംഭവങ്ങളുണ്ട്. അതിനകത്ത് നമുക്ക് ചിലതൊക്കെ ഫേവറേറ്റ് ആയിരിക്കും ചെയ്തു വരുമ്പോൾ. അതിനത്രയും സെലക്ട് ചെയ്ത് വയ്ക്കും. എനിക്ക് 4-5 ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ കാര്യങ്ങൾ, നേരത്തെ കാണിച്ച പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ആവശ്യമില്ലാത്തത് നമ്മൾ ഡ്രോപ്പ് ചെയ്യും. 9 മണി. എന്തെങ്കിലും ഉണ്ടോ ടീച്ചേഴ്സ് ഡൗട്ട്? ഡൗട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. എളുപ്പമാണ്. ചെയ്ത് നോക്കുമ്പോൾ സംശയങ്ങൾ വരുമ്പോൾ നമ്മൾ ഇതിനകത്ത് ചോദിച്ചാൽ മതി. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇനി അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വർക്കായിരിക്കും. പ്രോജക്റ്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. നിങ്ങൾ തന്നെ ഒരു ക്ലാസ് സെലക്ട് ചെയ്യുക. നിങ്ങൾ അടുത്ത് പഠിപ്പിക്കാൻ പോകുന്ന ഒരു ക്ലാസ് സെലക്ട് ചെയ്യുക. ആ ക്ലാസ്സിൻ്റെ കുറച്ച് ഇമേജുകൾ, പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഇമേജസ് തയ്യാറാക്കണം. ടീച്ചിങ് മാനുവൽ തയ്യാറാക്കണം. പിന്നെ എല്ലാം A to Z കാര്യങ്ങൾ ചെയ്യാം. വീഡിയോ, അബ്സ്ട്രാക്റ്റ് വീഡിയോ, നമ്മൾ 4-5 ക്ലാസ്സിൽ ചെയ്ത അബ്സ്ട്രാക്റ്റ് വീഡിയോ തയ്യാറാക്കണം. പിന്നെ വർക്ക്ഷീറ്റ് ഉണ്ടെങ്കിൽ ആ വർക്ക്ഷീറ്റ് വരുന്ന പാഠമാണെങ്കിൽ വർക്ക്ഷീറ്റ് തയ്യാറാക്കുക. അങ്ങനെ 4-5 സാധനങ്ങൾ നമ്മൾ ഓരോന്നും വിധം ചെയ്ത് കാണിച്ചു തരും. ഒരു സെറ്റ് ഞാൻ ചെയ്ത് കാണിച്ചു തരും, ബാക്കി നിങ്ങൾക്ക് ചെയ്യാം. അതായിരിക്കും ഇനിയുള്ള ദിവസം, 7, 8, 9 ദിവസങ്ങൾ. പിന്നെ ഡേ 10 നമ്മൾ ഡൗട്ട് ക്ലിയറിങ്ങും പിന്നെ സമഗ്രയിൽ ടീച്ചിങ് മാനുവൽ അപ്ലോഡ് ചെയ്യുന്നതും ആണ് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ബാച്ചുകൾക്കൊക്കെ അങ്ങനെയാണ് ചെയ്തു പോയത്. 10 ദിവസം ഡൗട്ട് ക്ലിയർ ചെയ്യാനും സമഗ്രയിൽ എങ്ങനെയാണ് ടീച്ചിങ് മാനുവൽ അപ്ലോഡ് ചെയ്യണത്, അത് അവർ ചോദിച്ചുകൊണ്ടാണ് അത് ഉൾപ്പെടുത്തിയത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ, അല്ല അത് തന്നെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉൾപ്പെടുത്തണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെ ചെയ്യണം കേട്ടോ. ചില ബാച്ചുകാർ എന്തെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടൊക്കെ വന്ന് പറയാം, അതുപോലെ ഒന്ന് നമുക്ക് ഇവിടെ ക്ലാസ്സിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ടീച്ചേഴ്സ് ഒന്നും പറയണില്ല. നമ്മളെന്താ 6-ലായി, ഇനി 3-4 ദിവസമേ ഉള്ളൂ. മൈക്കെടുത്ത് എന്തെങ്കിലുമൊക്കെ പറയൂ. ഇല്ലേ ആരും? ഒരു സാറ് മാത്രം ഉണ്ട് എന്തെങ്കിലും പറയാൻ, ഇബ്രാഹിം സാറ് മാത്രം. ടീച്ചേഴ്സ് കമോൺ, ബിബിത ടീച്ചർ, ഗംഗ ടീച്ചർ, നീരജ ടീച്ചർ, റീന ടീച്ചർ, രശ്മി ടീച്ചർ. വേറൊരു സാറും കൂടെ ഉണ്ടായിരുന്നല്ല. ആരും ഇല്ലെന്ന് തോന്നുന്നു സാറേ. സാറ് ഒരു ചോദ്യം പറയണം. ചോദിച്ചിട്ടെ, ഓ ഓ ഓ ചോദിക്കും. നമ്മൾ ഫോണിലാണെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്തിടണോ ആ സുനോ ആപ്പ്? ഫോണിൽ
ഡൗൺലോഡ് ചെയ്യണം. ഈ ബ്രൗസറിനകത്തും ഒരിക്കലൊക്കെ പണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഞാൻ കുറച്ച് കാലമായി സുനോ ഉപയോഗിച്ചിട്ട്. ഫോണിൽ ഞാൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിലാണ് സ്ഥിരമായിട്ട് ചെയ്യുന്നത്. ചെയ്യുന്നതിൽ ഞാനൊരു കവിതയുടെ കുറച്ച് വരികൾ കൊടുത്തപ്പം രണ്ട് ഉം, മൂന്ന് ട്യൂണായിട്ട് വന്നു. ഉം, ഉം. അതെ അപ്പൊ അത് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആപ്പാണോ? അതെ, ഫ്രീ ആണ്. പക്ഷേ 5-6 വരിയെ പറ്റുള്ളൂ. കൂടുതൽ വേണമെങ്കിൽ പൈസ കൊടുക്കണം. ആണോ? ഉം, ആ, ഉം, ഉം. നമുക്ക് അത് ക്ലാസ്സിൽ ഉപയോഗിക്കാന്നുള്ളതാണ്. ഞാൻ അങ്ങനെ 1-2 ചെയ്തിട്ടുണ്ട് ഈ യൂട്യൂബിലൊക്കെ. ആ, പിന്നെ ഇവര് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞുകൂടാ, ആക്യുറേറ്റ് അല്ല. കാരണം ആ വരികളിലൊക്കെ കുറച്ച് ആ. മാറ്റിക്കളഞ്ഞു. വരികൾ കുറച്ച് മാറ്റിക്കളഞ്ഞു. പക്ഷെ പല പല അങ്ങനെ. ട്യൂൺ വരുന്നുണ്ട്. നമുക്ക് ആ, മലയാളം അതെ, പാഠം പഠിപ്പിക്കാൻ. നല്ലതാ. ആ, അതെ, അതെ. ആ, വരികൾ സൂക്ഷിച്ചോണം. മലയാളം മാറ്റിക്കളയും. ആ, ഇംഗ്ലീഷിന് എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. മലയാളത്തില് നമ്മുടെ വരികൾ മാറും. അപ്പൊ അത് കൊടുക്കാൻ പറ്റൂലല്ലോ ക്ലാസ്സിൽ. അത് പറ്റില്ല. അതാണ്. അതൊന്ന് ശ്രദ്ധിച്ച് വേണം നോക്കാൻ. ഇപ്പൊ തിരക്ക് പിടിച്ച് നമ്മൾ ഇന്ന് രാവിലെ ക്ലാസ്സിൽ കയറി വന്ന് അതിനെ പെട്ടെന്ന് കോപ്പി എടുത്ത് പിള്ളേരെ കേൾപ്പിക്കാന്ന് വെച്ചാൽ പണിയാവും. വീട്ടിൽ ഇരുന്ന് സാവകാശം നോക്കി ഉറപ്പ് വരുത്തിയിട്ട് വേണം അടുത്ത ദിവസം ക്ലാസ്സിൽ കൊണ്ടുപോകാൻ. ഓക്കെ. വേറെ എന്തെങ്കിലും ഉണ്ടോ ആരെങ്കിലും? സാർ എന്തോ ചോദിക്കാൻ വന്നു ഇബ്രെ. ആ, കേൾക്കുന്നുണ്ടോ സാറേ? ഞാൻ ചെയ്തു തന്നു. കേൾക്കുന്നുണ്ട്. പറയൂ പറയൂ, സൽമ ബി ടീച്ചർ. അല്ല, ഞാന് ലാപ്പിൽ ചെയ്തു മറ്റേ അത് ഉം. ഓഡിയോ ഓവർവ്യൂ. അതിലേക്ക് ആ, ആ, കേൾക്കുന്നുണ്ടോ അറിയില്ല. അവസ്ഥകളെയും വെറുതെ കേൾക്കുന്നുണ്ട് വേർതിരിച്ച് കേൾക്കുന്നുണ്ട്. മനസ്സിലുപരി ഓക്കെ. അവ തന്മാത്രാ തലത്തിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. യെസ്. ഇപ്പൊ ടീച്ചർ എങ്ങനെയായിരിക്കും കേൾപ്പിച്ചത്? ടീച്ചർ മൈക്ക് ഫോൺ വെച്ചിട്ട് വേറെ ലാപ്ടോപ്പിൽ ഓണാക്കി കേൾപ്പിച്ചായിരിക്കും അല്ലേ? അങ്ങനെയല്ലേ? അതെ അതെ, ലാപ്പിൽ ചെയ്തതാണ്. അപ്പൊ ഫോൺ എടുത്ത് വെച്ച് ഞാൻ ആ, എൻ്റെ ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പലരിടത്തും ചോദിച്ചു. എനിക്ക് ഇത് ചില സമയത്ത് കുഴപ്പമില്ല, കിട്ടുന്നുണ്ട്. ഇവരെടുത്തും ചോദിച്ചു, ഈ സൂമുകാരടുത്തും ചോദിച്ചു. അപ്പൊ അവര് ഇതാണ് പറഞ്ഞു തന്നിട്ടും സംഭവം തദൈവ. നോക്കണം, എന്തായാലും പഠിക്കണം. ഇനി ആർക്കെങ്കിലും? സാറേ ഈ പ്ലാൻ ചെയ്യാറൊക്കെ ലെസൺ പ്ലാൻ, ആ, ആ. അതില് നമുക്ക് ഈ 2 കോളമായിട്ടുള്ള ഇത് കിട്ടില്ല. 2 കോളം ആക്കേണ്ടത് നമ്മുടെ ആവശ്യമാണല്ലോ. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ 2 കോളം ആക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോബ്ലം കൊടുത്താൽ വേർഡിൽ മതിയാ. പ്രോംപ്റ്റില് ചെയ്യാം. നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഈ 2 കോളം മറ്റേ റെസ്പോൺസിന് വേണ്ടിയിട്ടല്ലേ സാർ ഉദ്ദേശിച്ചേ? അതെ അതെ. അതെ, അതെ. അപ്പോൾ ഒരു കോളത്തില് പ്രോസസ്, ഒന്നില് ആക്ടിവിറ്റി. റെസ്പോൺസ്. അങ്ങനെ 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 പ്രോംപ്റ്റ് കൊടുക്കണം. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഒരു ടീച്ചിങ് മാനുവൽ, പ്രൊഫഷണൽ ടീച്ചിങ് മാനുവൽ ഉണ്ടാക്കുന്നതാണ് ഫുള്ള്. അതാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അടുത്ത ക്ലാസ് നാളെയാണോ? നാളെ. നാളെ ഓക്കെ. അപ്പം നാളെ നമ്മളത് നോക്കാം. മറ്റൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പിരിയാം. ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സാർ. അപ്പോൾ എല്ലാ ടീച്ചേഴ്സിനും നന്ദി. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. സംശയങ്ങളൊക്കെ ചോദിക്കുക. ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നടക്കട്ടെ. എനിക്ക് തോന്നുന്നു സ്കൂൾ തുറന്നിട്ടല്ലേ നമ്മുടെ ക്ലാസ് അവസാനിക്കുള്ളൂ. ഇനി 2 ആഴ്ച കൂടെ ഉണ്ട്. ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്താനുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പറയണേ. ഇപ്പൊ സമഗ്രയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ചോദിക്കാനുണ്ടെങ്കിൽ അത് നോക്കി വെച്ചിട്ട് ഈ ദിവസങ്ങളിൽ അതൊക്കെ ചോദിക്കാം. നമുക്കത് മാക്സിമം ഉപയോഗിക്കാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നന്ദി. റെക്കോർഡിംഗ് സ്റ്റോപ്പ്.